CPMിൻ്റെ ദേശീയ മുഖം സീതാറാം യെച്ചൂരി ഓർമ്മയായി. CPMനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും കനത്ത നഷ്ടമാണ് യെച്ചൂരിയുടെ മരണം. ക്ലീഷേ പ്രയോഗത്തിനപ്പുറം പകരം വയ്ക്കാനില്ലാത്ത രാഷ്ട്രീയ നേതാവായിരുന്നു യെച്ചൂരി. ഏറെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് CPM ഇപ്പോൾ കടന്നു പോകുന്നത്. CPMന് ആഴത്തിൽ വേരോട്ടമുള്ള കേരളത്തിൽ പോലും വലിയ പ്രതിസന്ധിയിലാണ് പാർട്ടി. CPMനെ മുന്നോട്ട് നയിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റിയുള്ള നേതാവായിരുന്നു യെച്ചൂരി. യെച്ചൂരിക്ക് ശേഷം CPMനെ ആര് നയിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. CPMൻ്റെ അടുത്ത ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് സജീവമായ ചർച്ചയിലുള്ളത് 3 പേരുകളാണ്. വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, MA ബേബി എന്നിവരെയാണ് പരിഗണിക്കുന്നതെന്നാണ് സൂചന. പാർട്ടി കോൺഗ്രസ് അടുത്തിരിക്കെ പുതിയ ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ തീരുമാനിക്കണോ അതോ ഒരു കൺവീനറെ നിയോഗിച്ചാൽ മതിയോ എന്നതിൽ വ്യക്തത വരുത്താൻ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഉടൻ ചേരും. കേന്ദ്ര കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി കോൺഗ്രസ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ചുമതല നൽകാനാണ് കൂടുതൽ സാധ്യത. അടുത്ത വർഷം ഏപ്രിലിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടത്താനാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. മുമ്പ് 3 തവണ സെക്രട്ടറി ആയിരുന്നതിനാൽ പ്രകാശ് കാരാട്ടിന് താൽക്കാലിക ചുമതല നൽകാൻ സാധ്യതയുണ്ട്. ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം, BV രാഘവലു, മണിക് സർക്കാർ, തപൻ സെൻ എന്നിവരും പരിഗണിക്കപ്പെടാനിടയുണ്ട്. കേരള ഘടകത്തിൻ്റെ നിലപാടും ഇതിൽ നിർണായകമാകും. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന MA ബേബിയെയും പരിഗണിച്ചേക്കാം. പ്രായപരിധി പരിഗണിക്കാതെ വൃന്ദ കാരാട്ടിന് അവസരം കിട്ടാനിടയുണ്ട്. സുഭാഷിണി അലിയും പരിഗണിക്കപ്പെട്ടേക്കാം. മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ എന്നിവർ പാർട്ടി മാനദണ്ഡം അനുസരിച്ച് 75 വയസ്സെന്ന പരിധി കടന്നവരാണ്. ഏറെ ശ്രദ്ധയോടെയാവും CPM തീരുമാനമെടുക്കുക. വൃന്ദ കാരാട്ടിന് സാധ്യത കൂടുതലാണെന്ന വിലയിരുത്തലുമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നതിനൊപ്പം വനിത എന്ന പരിഗണനയും വൃന്ദ കാരാട്ടിനെ തുണച്ചേക്കാം. CPM പോളിറ്റ് ബ്യൂറോയിലെത്തിയ ആദ്യ വനിതയുമാണ് വൃന്ദ. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ഓർമ്മക്കുറിപ്പുകളിൽ ദേശീയ തലത്തിൽ തൻ്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കപ്പെട്ടില്ലെന്നും തന്നെ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ മാത്രമായി പരിഗണിച്ചെന്നും വൃന്ദ വിമർശിച്ചിരുന്നു. 1982 85 ഇടയിൽ പ്രകാശായിരുന്നു പാർട്ടി ഡൽഹി ഘടകം സെക്രട്ടറി. അക്കാലത്ത് പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും പ്രകാശുമായുള്ള ബന്ധവുമായി ചേർത്ത് വായിക്കപ്പെട്ടിരുന്നില്ല. മറ്റൊന്നും പരിഗണിക്കാതെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതായിരുന്നില്ല അനുഭവമെന്നും വൃന്ദ തുറന്നു പറയുന്നു. ഡൽഹിക്ക് പുറത്ത് ദേശീയ തലത്തിൽ പാർട്ടിയിലും മറ്റ് സംഘടനകളിലും കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു. എന്നാൽ അക്കാലത്ത് മിക്കപ്പോഴും കമ്മ്യൂണിസ്റ്റ്, സ്ത്രീ, മുഴുവൻ സമയ പാർട്ടി പ്രവർത്തക എന്നിങ്ങനെയുള്ള തൻ്റെ സ്വത്വത്തെ അപ്പാടെ തിരസ്കരിച്ചെന്നും പ്രകാശിൻ്റെ ഭാര്യ എന്നതുമായി കൂട്ടിക്കുഴച്ചെന്നും വൃന്ദ പറയുന്നു.